ഹായ് ഡിയേഴ്സ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലെ ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കാണ് നമുക്കിനി പറയാനുള്ളത്. അതായത് കുറേ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊന്നും കൂടി നമുക്ക് പറയാനുള്ളൂ. ഹൗ ടു ഡു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, എങ്ങനെയൊക്കെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. മെയിനായിട്ടും 9 ടൈപ്പിൽ നമുക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാം. ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എക്സ്പ്ലോയിറ്റ് സ്പെസിഫിക്കേഷൻ ടു ജനറേറ്റ് ടെസ്റ്റ് കേസസ് ഇൻ എ മെത്തഡോളിക്കൽ വേ ടു അവോയ്ഡ് റിഡൻഡൻസി ആൻഡ് ടു പ്രൊവൈഡ് ബെറ്റർ കവറേജ്. അതായത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പല സ്പെസിഫിക്കേഷൻസ് പല ടെസ്റ്റ് കേസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാൻ, അതായത് ഡ്യൂപ്ലിക്കേഷൻസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ ടെസ്റ്റ് കേസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതനുസരിച്ചും കൊണ്ട് പല ടെക്നിക്കുകൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലുണ്ട്. മെയിനായിട്ടും 9 തരത്തിലുള്ള ടെസ്റ്റിങ്ങുകളാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിലുള്ളത്. ഒന്ന് പറയാം റിക്വയർമെൻറ്റ്സ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. മറ്റൊന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെസ്റ്റിംഗ് ആണ്. മൂന്നാമത്തെ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണ്. 4 ഡിസിഷൻ ടേബിൾസ്. 5 ഈക്വലൻസ് പാർട്ടീഷനിങ്. 6 സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ്. 7 കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. 8 യൂസർ ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ്. 9 ഡൊമെയിൻ ടെസ്റ്റിംഗ്. അങ്ങനെ 9 തരത്തിലാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. ആ പേര് കേട്ടാൽ തന്നെ അതായത് അവിടെ റിക്വയർമെൻറ്റ്സ് ആണ് റിസോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറഞ്ഞ റിക്വയർമെൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ടെസ്റ്റിംഗ് ആണ് റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. റിക്വയർമെൻറ്റ് ടെസ്റ്റിംഗ് ഡീൽസ് വിത്ത് ദ വാലിഡേഷൻ ദ റിക്വയർമെൻറ്റ്സ് ഗിവൺ ഇൻ ദ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം. നമുക്കറിയാം SRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SRS എന്ന് പറയുമ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് SRS, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. റിക്വയർമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഉൾപ്പെട്ടതാണത്. അതിൻ്റെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് റിക്വയർമെൻറ്റിൻ്റെ വാലിഡിറ്റി മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് റിക്വയർമെൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ് ബേസ്ഡ് ആണ്. അങ്ങനെ ഉദ്ദേശിച്ചുള്ള ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സം ഓഫ് ദ റിക്വയർമെൻറ്റ്സ് ആർ ഇംപ്ലൈഡ് ഓർ ഇംപ്ലിസിറ്റ്. ചിലത് എന്താണ് ഇംപ്ലൈഡ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. മറ്റത് എക്സ്പ്ലിസിറ്റ് ഉണ്ട്. 2 തരത്തിലുള്ളത് ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. 2 തരത്തിൽ പറയുമ്പോൾ അതായത് ഓൾ എക്സ്പ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നിർബന്ധമായിട്ടും വേണ്ടത് ഒന്ന് ടെസ്റ്റ് ടീം ആലോചിച്ച് ചെയ്യുന്നത് 2 തരത്തിൽ. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ മസ്റ്റ് വേണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നേ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സ് ആണ് നിർബന്ധമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. മറ്റതിപ്പോൾ ഡേറ്റ് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമല്ലാതെ ടീം റെഫർ ചെയ്യുന്ന കുറച്ച് റിക്വയർമെൻറ്റ്സ്. ഈ 2 റിക്വയർമെൻറ്റ്സും ഉണ്ട്. ഈ 2 റിക്വയർമെൻറ്റ്സും കൂടി ചേർന്നതിനെയാണ് ടെസ്റ്റ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുക. സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ SRS നിങ്ങൾക്ക് അറിയാം. ഇത് TRS, ടെസ്റ്റ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റുമായ റിക്വയർമെൻറ്റ്സ് എല്ലാം കൂടി ചേർന്നതാണ് അത്. SRS എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ടീം അലൗ ചെയ്യുന്ന കുറച്ച് റിക്വയർമെൻറ്റ്സും അതെല്ലാം കൂടി ചേർന്നതാണത്. ഈ TRSനെയാണ് പൊതുവെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ TRSൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ്, RTM എന്ന് പറയും. റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ് അത് പല വേർഷൻസ് ഉണ്ട്. നമ്മൾ BR1 BR2 പറഞ്ഞ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഓരോ വേർഷൻസിന് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ അപ്ഡേഷൻ പറയുന്ന പോലെ അതുമാണ് നമ്മൾ റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റിങ്ങിൽ ചെയ്യൽ. ശരിക്കും പറഞ്ഞാൽ TRSും RTMും ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് റിക്വയർമെൻറ്റ് ബേസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് റിക്വയർമെൻറ്റിൻ്റെ ഐഡൻറ്റിഫയേഴ്സ്, റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫയേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഇതിലുണ്ടാകും. അങ്ങനെ റിക്വയർമെൻറ്റ്സിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ടെസ്റ്റിങ്ങിൽ പറയും. നമ്മളെന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് റിക്വയർമെൻറ്റ് പ്രയോറിറ്റി, അത് ക്ലാസിഫൈ ഹൈയും മീഡിയം ലോ എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിക്വയർമെൻറ്റ് പ്രയോറിറ്റി, അതായത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഏത് റിക്വയർമെൻറ്റ് ആദ്യം എടുക്കണം,
അത് ശരിക്കും പറഞ്ഞാൽ റാങ്കിങ് സിസ്റ്റം. അതിൽ ഏറ്റവും വേണ്ടതിന് ഹയസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കും. പിന്നെ മീഡിയം, ലോ, ചിലപ്പോൾ ലോ ഒക്കെ അവസാനം തള്ളപ്പെടുകയാണ് ചെയ്യാറ്, അധികം എടുക്കാറില്ല. അങ്ങനെ പ്രയോറിറ്റി ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെയാണ് റിക്വയർമെൻറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് കണ്ടീഷൻസ്, അപ്പോൾ ഏത് ആയാലും റിക്വയർമെൻ്റ് അല്ലെങ്കിൽ ഏത് ടെസ്റ്റിംഗ് ആയാലും അതിന് കുറേ ടെസ്റ്റ് കണ്ടീഷൻസ്, ടെസ്റ്റ് കേസ് IDs, അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ റിക്വയർമെൻറ്റ് ഈസ് സബ്ജക്റ്റ് ടു മൾട്ടിപ്പിൾ ഫേസ് ഓഫ് ടെസ്റ്റിംഗ്. ഒരുപാട് ഫേസസിൽ ടെസ്റ്റിംഗ് നടത്താറുണ്ട്. ഈ റിക്വയർമെൻറ്റ് ടെസ്റ്റിങ്ങിൽ തന്നെ നടക്കുന്നതാണ്. വേറെ പല ഫേസിൽ, ഓരോ ഫേസിലായിട്ട് ഈ ടെസ്റ്റിംഗ് നടക്കലുണ്ട്. റിക്വയർമെൻറ്റ് ടെസ്റ്റിംഗ് അത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആവാം, കമ്പോണൻറ്റ് ടെസ്റ്റിംഗ് ആവാം, ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആവാം, സിസ്റ്റം ടെസ്റ്റിംഗ് ആവാം. ഇതൊക്കെ റിക്വയർമെൻറ്റ് ടെസ്റ്റിംഗ് തന്നെയാണ്. പല പേരിൽ അല്ലെങ്കിൽ പല ഫേസുകളിലായിട്ട് നടക്കാം. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ മോഡ്യൂൾ വൈസിലുള്ള ടെസ്റ്റിംഗ് ആണ്. കമ്പോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹൈറാർക്കി സ്ട്രക്ചറിൽ ഓരോ കമ്പോണ്ട് വൈസിലുള്ള ടെസ്റ്റിംഗ് ആണ്. ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ മോഡ്യൂൾസിനെ മൊത്തമായിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ്. സിസ്റ്റം ടെസ്റ്റിംഗ് നമ്മൾ സിസ്റ്റം, അതായത് കോൺഫിഗറേഷൻ ടൈപ്പുള്ള ടെസ്റ്റിംഗ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദ റെഫറൻസ് ടു ദ ഫേസ് ഓഫ് ദ ടെസ്റ്റിംഗ് ക്യാൻ ബി പ്രൊവൈഡ് ഇൻ എ കോളം ഇൻ ദി റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ്. ഈ റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ് നോക്കിയിട്ടാണ് ഇതൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ എഴുതാം. അതാണ് റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് ടെസ്റ്റ് ദ പ്രൊഡക്ട്സ് കംപ്ലയൻസ് ടു ദ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റിംഗ് ആണ് റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെസ്റ്റിംഗ് ആണ്. The purpose of positive testing is to prove that product work as per specification and expectation. അതായത് പോസിറ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരമാണ് എന്നുള്ള പ്രൂവ് ചെയ്യലാണ് പോസിറ്റീവ് ടെസ്റ്റിംഗ്. എ പ്രൊഡക്റ്റ് ഡെലിവറി ആൻഡ് എറർ വെൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗിവ് ആൻ എറർ ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് പോസിറ്റീവ് ടെസ്റ്റിംഗ്. ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ അതിലൊരു എറർ വന്ന്, പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത എററാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക, അതിനും പോസിറ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയാം. അപ്രതീക്ഷിതമായ എറർ വന്നാലാണ് നെഗറ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ടെസ്റ്റിംഗ്, അങ്ങനെ എറർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് ടെസ്റ്റിംഗ് ആണ്. നെഗറ്റീവ് ടെസ്റ്റിംഗ് ഈസ് ഡൺ ടു ഷോ ദാറ്റ് Negative testing is done to show that the product does not fail when an unexpected input is given. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുത്താലും സിസ്റ്റം ഡൗൺ ആവണില്ല, സിസ്റ്റം ഫെയിൽ ആവുന്നില്ലെങ്കിൽ അത് നെഗറ്റീവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറർ കൊടുത്തു കഴിഞ്ഞാൽ, പ്രതീക്ഷിക്കാതെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഡൗൺ ആവണം അല്ലെങ്കിൽ സിസ്റ്റം ഫെയിൽ ആവണം, അതാണ് എന്ത് പോസിറ്റീവ്. അപ്പോൾ ആയില്ലെങ്കിൽ എന്താണത് നെഗറ്റീവ് ടെസ്റ്റിംഗ് ആണ്. നെഗറ്റീവ് ടെസ്റ്റ് വുഡ് ബി പ്രൊഡക്റ്റ് നോട്ട് ഡെലിവറിങ് ആൻ എറർ when it should or delivering an error when it should not. പ്രതീക്ഷിക്കാത്തപ്പോഴും എറർ ജനറേറ്റ് ചെയ്യുന്നതാണ് നെഗറ്റീവ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ടെസ്റ്റിംഗ് ഈസ് ഇൻ ദെയർ കവറേജ്. ഫോർ ദ പോസിറ്റീവ് ടെസ്റ്റിംഗ് ഇഫ് ഓൾ ഡോക്യുമെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ടെസ്റ്റ് കണ്ടീഷൻസ് ആർ കവേർഡ്. പോസിറ്റീവ് ടെസ്റ്റിങ്ങിൽ ആ കവറേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും പോസിറ്റീവ് ടെസ്റ്റിങ്ങും നെഗറ്റീവ് ടെസ്റ്റിങ്ങും പറയാറുണ്ട്. ഈ പോസിറ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ എല്ലാ ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ്സും കണ്ടീഷൻസും കവേർഡ് ആയിരിക്കും, 100% കവേർഡ് ആയിരിക്കും. അതേസമയം നെഗറ്റീവ് ടെസ്റ്റിങ്ങിൽ അത് ഫുള്ളായിട്ടും കവറായിരിക്കില്ല, അതുകൊണ്ടാണ് അത് ഇമ്പാർഷ്യലായിരിക്കും. അതാണ് നെഗറ്റീവ് ടെസ്റ്റിങ്ങും പോസിറ്റീവ് ടെസ്റ്റിങ്ങും. മൂന്നാമത് പറയാനുള്ള ബൗണ്ടറി വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ BVA എന്ന് പറയും. അങ്ങനെ തന്നെ പറയാറുണ്ട്, ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഈ ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ്ഫുൾ ഫോർ അറൈവിങ് അറ്റ് എ ടെസ്റ്റ് ദാറ്റ് ആർ എഫക്റ്റീവ് ഇൻ ക്യാച്ചിങ് ഡിഫക്ട്സ് ദാറ്റ് ഹാപ്പൺ അറ്റ് ബൗണ്ടറീസ്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് ബിലീവ്സ് ആൻഡ് എക്സ്റ്റെൻഡ്സ് ദ കോൺസെപ്റ്റ് ദാറ്റ് ദ ഡെൻസിറ്റി ഓഫ് ഡിഫക്റ്റ് ഈസ് മോർ ടുവേർഡ്സ് ദ ബൗണ്ടറി. അതായത് ബൗണ്ടറി വാല്യൂസിലുള്ള നമ്മളുടെ ഒരു വാല്യൂ ടെസ്റ്റ് കണ്ടീഷനിലെ ബൗണ്ടറി വാല്യൂസിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ടെസ്റ്റിംഗ് ആണ് BVA. ഇമ്പോർട്ടൻ്റ് ആണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം കൂടി ഡിഫക്റ്റ് മെയിനായിട്ട് വരുന്നത് ബൗണ്ടറീസിലാണെന്ന് കൂടിയുള്ളൊരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്നുള്ള ടെക്നിക്ക്
യൂസ് ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ ഇത്രയും പറയാം. ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഈസ് യൂസ്ഫുൾ ടു ജനറേറ്റ് ടെസ്റ്റ് കേസസ് വെൻ ദ ഇൻപുട്ട് ഡാറ്റ മെയ്ഡ് ഓഫ് ക്ലിയർലി ഐഡൻറ്റിഫിക്കബിൾ ബൗണ്ടറി ഓർ റേഞ്ച്. ബൗണ്ടറി വാല്യൂ റേഞ്ചസിനെല്ലാം തന്നെ കറക്റ്റായിട്ട് ആപ്ലിക്കബിൾ ആണെന്നുള്ളത് തെളിയിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ടെസ്റ്റ് കണ്ടീഷൻസ് എല്ലാം എടുത്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ കഴിയും. പിന്നെ നാലാമത് വരുന്ന ഡിസിഷൻ ടേബിൾസ് ആണ്. ഡിസിഷൻ ടേബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാരിയസ് ഡിസിഷൻ വേരിയബിൾസ്, the conditions assumed by each of the decision variables and the actions to take in each combination or conditions. ഒരുപാട് കോമ്പിനേഷൻസ് ഒരുപാട് കണ്ടീഷൻസും കൂട്ടിച്ചേർത്തിട്ട് അതാണ് ഒരു പേര് ഡിസിഷൻ ടേബിൾ എന്ന്. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇത്ര ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്ര ഏജിന് മുകളിലുള്ള അല്ലെങ്കിൽ ഇത്ര ഏജിന് താഴെയുള്ള ആളുകൾ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് ബ്ലൈൻഡിൻ്റെ എടുക്കുകയാണെങ്കിൽ സ്പോസിൻ്റെ ഏജ് എടുക്കുക, പിന്നെ ബ്ലൈൻഡ് ആണോ സ്പോസ് ബ്ലൈൻഡ് ആണോ ആണെങ്കിൽ അങ്ങനത്തെയുള്ള കുറച്ച് ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് കാൽക്കുലേഷൻ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ കണ്ടുപിടിക്കുന്ന രീതി അത് ഡിസിഷൻ ടേബിളാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേജിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നും അതിൻ്റെ ഏജ് എന്താണെന്നും അതിൽ ഓരോന്നോരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ ഡിസിഷൻ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് വിലയിരുത്തുന്ന രീതി അത് ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് തന്നെയാണ്. ഡിസിഷൻ ടേബിൾ ആർ യൂഷ്വലി effective in arriving at test cases in scenarios which depends on the values of the decision variables. decision variables യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു മെത്തേഡാണ് എന്ത് ഡിസിഷൻ ടേബിൾസ് എന്ന് പറഞ്ഞാൽ. The decision tables act as invaluable tools for designing black box tests to examine the behavior of the product under various logical conditions of input variable. ഇൻപുട്ട് വേരിയബിളിൻ്റെ പല ലോജിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ, ബിഹേവിയറാണല്ലോ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിനെ മനസ്സിലാക്കാൻ ഡിസിഷൻ ടേബിൾ കൊണ്ട് കഴിയും. ഡിസിഷൻ ടേബിൾ ഈസ് യൂസ്ഫുൾ വെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓൺ ബൂളിയൻ കണ്ടീഷൻ. ഡിസിഷൻ ടേബിളിൽ ഇൻപുട്ടും ഔട്ട്പുട്ട് വേരിയബിൾ ബൂളിയൻ കണ്ടീഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. ട്രൂ ആണോ ഫാൾസ് ആണോ ഡോണ്ട് ആണോ കെയർ ആണോ അങ്ങനെയുള്ള പല രീതിയിൽ അത് ഡിനോട്ട് ചെയ്യാറുണ്ട് ടേബിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ 35 വയസ്സിന് മുകളിലുള്ളവർ താഴെയുള്ളവർ ഇപ്പോൾ കുറച്ച് പേരെടുത്തിട്ട് 35 മുതലുള്ളവർ അങ്ങനെ കണ്ടീഷൻ അങ്ങനത്തെ 2-3 അങ്ങനെ കൊടുക്കാറുണ്ട്. അതും ഡിസിഷൻ ടേബിളിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ഈക്വലൻസ് പാർട്ടീഷനിങ് ആണ്. ഈക്വലൻസ് പാർട്ടീഷൻ ഈസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്ക് ദാറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് സ്മോൾ സെറ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഇൻപുട്ട് വാല്യൂസ് that produces many different output conditions as possible. ഈക്വലൻസ് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂസ്, അത് കുറേ ഇൻപുട്ട് വാല്യൂസ് ഒരുപാട് അതായത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ പല തരത്തിലുള്ള ഔട്ട്പുട്ട് കണ്ടീഷൻസ് പോസിബിൾ ആവുന്ന രീതി. നമ്മൾ കൊടുക്കുന്ന ചെറിയ സെറ്റ് ഇൻപുട്ട് വാല്യൂവിന് ഒരുപാട് തരത്തിലുള്ള ഔട്ട്പുട്ട് കണ്ടീഷൻസ് പോസിബിൾ ആവും. അത് കുറച്ച് ഇൻപുട്ടിന് ഒരുപാട് ഔട്ട്പുട്ട്, ആ ഒരു രീതിയാണ് സീക്വൻസ് പാർട്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് വാല്യൂസ് യൂസ്ഡ് ഫോർ ദ ടെസ്റ്റിംഗ്. അതായത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നിങ്ങൾ അറിയുണ്ടാവും, നിങ്ങൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വരിയും നിരയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതായത് ഇപ്പോൾ ഒരുപാട് കേസുകൾ വരിക. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചോയ്സുകൾ വരും. ഇപ്പോൾ പ്രോബിലിറ്റി പോലുള്ള ഒരുപാട് ചോയ്സുകൾ വരിക. അപ്പോൾ ആ കണ്ടീഷൻസ് റിമൂവ് ചെയ്യലാണ് ഈ ഈക്വലൻസ് പാർട്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് സെറ്റ് ആക്കിയിട്ട് ഇൻപുട്സിനെ എടുക്കുക, ആ സെറ്റുകൾക്ക് വരുന്ന ഔട്ട്പുട്ടുകൾ മനസ്സിലാക്കുക. അപ്പോൾ അതുവഴി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒഴിവാക്കി കിട്ടും. അവോയ്ഡൻസ്, അതായത് സാധ്യതകൾ കുറേ ഒഴിവാക്കി കിട്ടും. ഇൻപുട്ട് ഔട്ട്പുട്ട് വാല്യൂസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് by increasing the coverage and reducing the effort involved in testing. The set of input values that generate one single expected output is called a partition. ഒറ്റ സെറ്റ് ഇൻപുട്ട് വാല്യൂസിന്, ഒരു സെറ്റ് ഇൻപുട്ട് വാല്യൂസിന് മൊത്തമായിട്ട് ഒരൊറ്റ സിംഗിൾ ഔട്ട്പുട്ട് കിട്ടുന്നതിനാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻപുട്ടിന് ഒറ്റ ഔട്ട്പുട്ട് കിട്ടുന്നതിനാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്.
when the behavior of the software is the same for a set of value when the set is termed as equivalence class or partition. ഒരേ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഒരേ വാല്യൂസ് ഒരു തരത്തിലുള്ള വാല്യൂസിനെയാണ് ഒരു തരത്തിലുള്ള ഇപ്പോൾ ഇൻപുട്ട് പറഞ്ഞില്ല അതുപോലെ വരുന്നതിനെയാണ് നമ്മൾ ഈക്വലൻസ് ക്ലാസ് ഓർ പാർട്ടീഷൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് വൺ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫോർ ഈച്ച് പാർട്ടീഷൻ ഈസ് പിക്ക്ഡ് അപ്പ് ഫോർ ടെസ്റ്റിംഗ്. ഇങ്ങനെയുള്ള ഓരോരോ പാർട്ടീഷനെയാണ് ടെസ്റ്റിങ്ങിന് വിധേയമാകുന്നത്. ഒരേ തരത്തിൽ സ്വഭാവം ഉള്ള അതിനെയാണ് പാർട്ടീഷന് വിധേയമാക്കുക. അതാണ് അഞ്ചാമതായിട്ടുള്ള ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, പാർട്ടീഷൻ ഈക്വലൻസ് പാർട്ടീഷൻ. ബാക്കി 4 അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.